അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 131 131 പേജ് നമ്പറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഹൗ അബൌട്ട് കണ്ടക്ടിങ് എ സ്റ്റഡി ഓൺ ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് പബ്ലിക് ഇൻ യുവർ ഏരിയ അബൌട്ട് ആൻറ്റേണൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ കെയർ ആൻഡ് ഇൻ്റർവെൻഷൻ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഓൾറെഡി ആ ടോപ്പിക്കുകൾ കണ്ടിട്ടുള്ളതാണ്. ഏതാണ് നിങ്ങളുടെ പ്രദേശത്തെ ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിലുള്ള അവബോധം ജനങ്ങൾക്ക് സൃഷ്ടിക്കുവാനായിട്ട്. ഏതാണ് ഗർഭകാല പ്രസവാനന്തരം അങ്ങനെയുള്ള ഈ രണ്ട് കാലത്തെ പരിചരണത്തിനെക്കുറിച്ച് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ താഴെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്ന് ബോധവൽക്കരിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അൻറ്റേണൽ കെയർ എന്നതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂ സെൻറ്റൻസ് ഞാൻ എഴുതിയിരിക്കുകയാണ്. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക. അൻറ്റേണൽ കെയർ ഈസ് ഓൾസോ കോൾഡ് പാരൻ്റൽ കെയർ. അൻറ്റേണൽ കെയർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് പാരൻ്റൽ കെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ ബോത്ത് മദർ ആൻഡ് ദ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഈ കെയർ എന്താണ്? ഈ സംരക്ഷണം ഈ ഗർഭകാല പരിചരണം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. അൻറ്റേണൽ കെയർ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ് ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറി. അതുപോലെ തന്നെ അൻറ്റേണൽ കെയർ എന്ത് നൽകുന്നു? റെഡ്യൂസ് ദ കോംപ്ലിക്കേഷൻസ്, അതായത് പ്രസവത്തിൻ്റെ സമയത്തുണ്ടാകുന്ന സങ്കീർണതകളെല്ലാം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രസവം അപകടകരമല്ലാതെ ആരോഗ്യകരമായ രീതിയിൽ പ്രസവത്തിനും സഹായിക്കുന്നു. ഓഫ് അതർ ഹെൽപ്പ് ദ അൻറ്റേണൽ കെയർസ് ആർ ഐഡൻറ്റിഫൈങ് ദ റിസ്ക്. അതുപോലെ തന്നെ ഗർഭകാല പരിചരണം കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും റിസ്കുകൾ അപകട സാധ്യതകളുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ, അതായത് എങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ അറിവ് നൽകുന്നു. ഓഫ്സ്പ്രിങ് സപ്പോർട്ട്, എങ്ങനെയാണ് ജനിക്കുന്ന കുഞ്ഞിനെ, ഓഫ്സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി ജനിക്കുന്ന കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. മോണിറ്ററിങ് ദ ബേബി, അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രൊവൈഡിങ് നീഡ് ട്രീറ്റ്മെൻറ്റ്, കുഞ്ഞിന് ആവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നു. പ്രിപ്പയറിംഗ് പേരൻസ് ഫോർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ പേരൻസിനെ ഒരു പുതിയ ജീവിത രീതിയിലേക്കും കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ കാര്യം, അതായത് ഗർഭകാല പരിചരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇൻ്റർവെൻഷൻ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ എന്നുള്ള ഭാഗമാണ്. ഇൻ്റർവെൻഷൻ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ഗിവ് പ്രിവെൻറ്റീവ് കെയർ. അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ എന്ത് ചെയ്യുന്നു? പ്രിവെൻറ്റീവ് കെയർ, അതായത് രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള സംരക്ഷണം അവർ നൽകുന്നു. ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് അൺബോൺ ചൈൽഡ്. ഇത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുവാനായിട്ട് കഴിയും. ഏത് രോഗങ്ങൾ വരാതെ രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നത്. ദീസ് വർക്കേഴ്സ് ക്യാൻ ബി സപ്പോർട്ടീവ് ലിങ്ക് ടു ദ മെറ്റേണിറ്റി സർവീസ്. ഈ വർക്കേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യുകയാണ്? അവർ മെറ്റേണിറ്റി സർവീസുകളും മാതൃത്വത്തെ സഹായിക്കുന്ന വർക്കേഴ്സുമായിട്ടുള്ള ഒരു ലിങ്ക്, ഒരു കണക്ഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ദേ ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് ഇൻഫാൻറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് അവർക്ക് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിനായിട്ടും ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലുകൾ ഒത്തിരി സഹായിക്കുന്നതാണ്. ദീസ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ് ടു ഇംപ്രൂവ് മെറ്റേണൽ കെയർ. ഇത് അമ്മയുടെ പരിചരണത്തിനും മാതാവിൻ്റെ പരിചരണത്തിനും വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇൻഫൻറ്റിൻ്റെ ഹെൽത്തിനും പിന്നെ പുതിയതായിട്ട് ജനിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും. ദേ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് റിസ്ക് പ്രീമച്വർ ബർത്ത്, അതായത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സമയമാകുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ ജനനത്തെ ഇവരുടെ സഹായങ്ങൾ കൊണ്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. വെരി പാറ്റേൺ ബർത്ത് ആൻഡ് ലോ ബർത്ത് വെയ്റ്റ്, അതുപോലെ തന്നെ എന്താണ് പാരൻ്റൽ ബർത്ത്, അതായത് പാരൻ്റ് ബർത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കുറഞ്ഞ ഭാരത്തോടു കൂടിയുള്ള കുട്ടിയുടെ ജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജനനം ഉണ്ടാകാതിരിക്കുന്നതിനെക്കുറിച്ചും എന്താണ് ഈ ഇൻ്റർവെൻഷൻ ഓഫ് ദ ഹെൽത്ത് വർക്കേഴ്സ് സഹായിക്കുന്നതാണ്. ഇനി എന്താണ് ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണശീലവും ചികിത്സയും. ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്കും പ്രസവാനന്തരവും സ്ത്രീകൾക്ക് ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ നല്ല ചികിത്സയും ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു 3-4 ലൈനുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ബിഫോർ കൺസെപ്ഷൻ, അതായത് ശരിയായ രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഒരു സ്ത്രീയെ നല്ല ആരോഗ്യമുള്ളവളാക്കി തീർക്കും. ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതുപോലെ തന്നെ പ്രഗ്നൻസിക്കും അല്ലെങ്കിൽ ഗർഭധാരണത്തിൻ്റെ സമയത്തും ഗർഭധാരണത്തിന് മുൻപും ഒരു സ്ത്രീയെ നല്ല ആരോഗ്യമുള്ളവളാക്കി തീർക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ഒപ്റ്റിമൽ ഫീറ്റൽ ഗ്രോത്ത്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീറ്റൽ, അതായത് ഗർഭസ്ഥലായിരിക്കുന്ന ശിശുവിൻ്റെ മാക്സിമം വളർച്ചയ്ക്ക് നല്ല ആഹാരവും നല്ല ചികിത്സയും സഹായിക്കുകയാണ്. ഫേവറബിൾ ഒബ്സ്റ്റേരിക്കൽ ഔട്ട്കംസ്, അതായത് നല്ല
രീതിയിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രഗ്നൻസി ഗർഭധാരണത്തിൻ്റെ പരിണിത ഫലവും നമുക്ക് കിട്ടും. ഇംപ്രൂവ്ഡ് പെരിനാറ്റൽ സർവൈവൽ, അതുപോലെ തന്നെ ഈ പെരിനാറ്റൽ സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഹെൽത്ത് ഓഫ് ദ വുമൺ ആൻഡ് ബേബീസ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ബർത്ത്, അതായത് ഗർഭധാരണത്തിൻ്റെ സമയത്തും പ്രസവ സമയത്തും അതുപോലെ തന്നെ പ്രസവാനന്തരവും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ശിശുവിനെയും മാതാവിനെയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ആഹാര ക്രമീകരണങ്ങളും നല്ല ഡയറ്റും അതുപോലെ തന്നെ ചികിത്സയും കൊടുക്കേണ്ട ആവശ്യമാണ്. ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ബെറ്റർ ലോങ് ടേം ഹെൽത്ത് ഇൻ ബോത്ത് ദ മദർ ആൻഡ് ചൈൽഡ്, ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദീർഘകാലത്തെ ആരോഗ്യത്തിനും സംരക്ഷണവും നൽകുകയും ചെയ്യുന്നു. നല്ല ട്രീറ്റ്മെൻറ്റും നല്ല ഭക്ഷണവും. അതർ ഏരിയാസ് ഇറ്റ് ഹെൽപ്സ് ആർ, മറ്റുള്ള ഏരിയകളിൽ ഈ നല്ല ആരോഗ്യവും പരിചരണവും സഹായിക്കുന്നതാണ്. റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് അറ്റ് പ്രഗ്നൻസി, എന്താണ് ചെയ്യുന്നത്, ഗർഭധാരണ സമയത്തുണ്ടാകുന്ന സങ്കീർണതകളെ അവ കുറയ്ക്കുന്നു. ആൻഡ് ചൈൽഡ് ബർത്ത് ആൻഡ് ദെയർ ആഫ്റ്റർ, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ജനനസമയത്തുണ്ടാകുന്ന സങ്കീർണതകളെയും അതിനുശേഷമുള്ള സങ്കീർണതകളെയും അത് കുറയ്ക്കുന്നു. ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഫോർ ദ ബേബി ആൻഡ് മദർ, കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെ അത് കൂടുതൽ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഹോം ബർത്ത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിലെ പ്രസവം. പണ്ട് കാലങ്ങളിലെല്ലാം വീട്ടിലാണ് പ്രസവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കുക, വീട്ടിലെ പ്രസവം നല്ലതാണോ അല്ലയോ എന്ന്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, അതായത് വീട്ടിലെ പ്രസവം അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്നാൽ അതിന് കാരണമുണ്ട്. ഹയർ റിസ്ക് ഓഫ് ഇൻഫാൻറ്റ് ഡെത്ത്, അതായത് കുട്ടിയുടെ മരണത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എവിടെ വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ. സീരിയസ് നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഞരമ്പുകളുടെ ആ ഒരു സിസ്റ്റത്തിന് ഡിസോർഡേഴ്സ് ശരിക്കുള്ള അപകടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ഒരു കാരണവശാലും വീട്ടിലെ പ്രസവം ആര് പറഞ്ഞാലും നിങ്ങൾ വീട്ടിൽ പ്രസവം നടത്താതെ ഒരു ആശുപത്രിയിൽ പോയി പ്രസവം നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതവും ഉത്തമവുമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാലാമതായിട്ട് തന്നിരിക്കുന്ന വാക്സിനേഷൻ എന്നുള്ള പാഠഭാഗമാണ്. എന്താണ് വാക്സിനേഷൻ? വാക്സിൻസ് ആർ സേഫ് ആൻഡ് ബെസ്റ്റ് വേ ടു പ്രൊട്ടക്ട് ന്യൂ ബോൺസ് ഫ്രം സീരീസ് ഓഫ് ഡിസീസസ്, അതായത് നവജാത ശിശുക്കളെ ഒരു കൂട്ടം അസുഖങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വാക്സിനുകളാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ കോസ് ഇൽനെസ്, ഡിസബിലിറ്റി ആൻഡ് ഓർ ഡെത്ത്. അപ്പോൾ ഏതെല്ലാം ഡിസീസുകളിൽ നിന്നാണ് സഹിക്കുന്നത്? ഈ ഡിസീസുകൾ അല്ലെങ്കിൽ ഈ രോഗങ്ങൾ, ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ എന്തിനൊക്കെ കാരണമാകും? രോഗത്തിന് കാരണമായി തീരുന്നു. അതായത് തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് പാൻഡമിക് അല്ല, തുടർച്ചയായിട്ടുള്ള രോഗപ്രശ്നങ്ങൾക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അത് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ടാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ ഡിസബിലിറ്റി, അതായത് ശരിയായ രീതിയിൽ ശരീരാവയവങ്ങളുടെ ഫംഗ്ഷനുകൾ നടക്കാത്ത രീതിയിൽ ചില സമയത്ത് മരണം വരെ സംഭവിക്കുക. അപ്പം അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നും വാക്സിനുകൾ എന്ത് ചെയ്യും? ഇപ്പോൾ പോളിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് ജീവിതാവസാനം വരെ കാലിൻ്റെ സ്വാധീന ശക്തി നഷ്ടപ്പെട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും കുഞ്ഞിനെയും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതർ അഡ്വാൻറ്റേജസ് ഓഫ് വാക്സിനേഷൻ ആർ, അതായത് മറ്റുള്ള വാക്സിനേഷൻ കൊണ്ടുള്ള വേറെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ഡിസീസ്, രോഗങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കുന്നു. ബിൽഡ് ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി ഒരു വ്യക്തിയിൽ, ഒരു കുഞ്ഞിൽ ഉണ്ടാക്കിയെടുക്കുന്നു. റെഡ്യൂസ് ആൻറ്റിബയോട്ടിക് യൂസ് ഇൻ ഫ്യൂച്ചർ, അതായത് ഭാവി കാലഘട്ടങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. പ്രിവെൻറ്റ് ഇൻഫാൻറ്റ് ഡെത്ത്, അതായത് ശിശു മരണനിരക്കിനെ വളരെയധികം കുറയ്ക്കുന്നു. വിത്തൗട്ട് വാക്സിൻ ചൈൽഡ് ഈസ് അറ്റ് റിസ്ക്, അതായത് ഒരു വാക്സിൻ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളരെയധികം അപകടകരമായ കണ്ടീഷനിലാണ് ബിക്കോസ് ഓഫ് സീരിയസ്ലി ഇൽ ഓർ ഈവൻ ഡൈയിങ് ഫ്രം ചൈൽഡ്ഹുഡ് ഡിസീസസ്. അങ്ങനെ ആ കുഞ്ഞ് എന്ത് ചെയ്യും? സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചെറുപ്പകാലത്തുള്ള രോഗങ്ങളാൽ ആ ശിശു മരിച്ചു പോകുന്നതിനായിട്ടും സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, എല്ലാ കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകേണ്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഗർഭിണിയെയും ഗർഭസ്ഥ ശിശുവിനും പ്രസവാനന്തരവുമായിട്ട് പ്രസവത്തിൻ്റെ മുൻപ് നല്ല കെയർ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ പ്രസവാനന്തരവും നല്ല കെയർ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കെയർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഹെൽത്ത് വർക്കേഴ്സിൻ്റെ സഹായം തേടണം. അതുപോലെ തന്നെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കണം ഗർഭിണിക്ക് കൊടുക്കേണ്ടത്. സമയത്ത് ആവശ്യകരമായ ചികിത്സ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്കും പ്രസവാനന്തരം കുഞ്ഞിനും അമ്മയ്ക്കും നൽകണം. അതുപോലെ തന്നെ സ്വഭവനങ്ങളിലുള്ള പ്രസവത്തെ നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായ കാര്യം. കറക്റ്റായിട്ടുള്ള സമയത്ത് വാക്സിനുകൾ കൊടുക്കേണ്ടതും അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പേജ് നമ്പർ 131 ഈ തന്നിരിക്കുന്ന ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്.